രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേന്ദ്ര ബജറ്റിൽ പേരുപോലും പരാമർശിക്കപ്പെടാതെ കേരളം. BJP ഭരണത്തിൽ മുൻകാലങ്ങളിലും കേരളം അവഗണിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ പാർലമെൻറ്റിലേക്ക് അയക്കാത്ത കേരളത്തെ എന്തിനു പരിഗണിക്കണമെന്ന ചോദ്യമാണ് BJP കേന്ദ്രങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുകയും മറ്റൊരു മന്ത്രിയെ കൂടി ലഭിക്കുകയും ചെയ്തിട്ടും കേരളത്തിൻ്റെ ആവശ്യങ്ങളോടെല്ലാം കേന്ദ്രം മുഖം തിരിച്ചു. സുരേഷ് ഗോപി നൽകിയ വലിയ വാഗ്ദാനങ്ങൾ പോലും ബജറ്റിൽ പരാമർശിക്കപ്പെട്ടില്ല. കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബീഹാറും ആന്ധ്രയും വൻ പദ്ധതികൾ നേടിയെടുത്തപ്പോഴാണ് കേരളം ക്രൂരമായി അവഗണിക്കപ്പെട്ടത്. ബജറ്റിൽ കേരളത്തിന് വകയിരുത്തുകയല്ല, കേരളത്തെ വകവരുത്തുകയാണ് കേന്ദ്രം ചെയ്തത് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ബജറ്റിനെക്കുറിച്ച് പ്രതികരിച്ചത്. കേരളത്തോടുള്ള അവഗണനയെ കേരളത്തിൽ നിന്നുള്ള MP-മാർ ശക്തമായി അപലപിച്ചു. രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേരളം ഈ വിധം അവഗണിക്കപ്പെട്ടതായി CPM പാർലമെൻ്ററി പാർട്ടി നേതാവ് K. രാധാകൃഷ്ണൻ പറഞ്ഞു. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. കേരളം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ അനുവദിക്കും എന്ന് കാത്തിരിപ്പാണ് നിരാശയിലായത്. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സംസ്ഥാനം ഉന്നയിച്ചത്. ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ചെലവിട്ട 6,000 കോടിക്ക് തുല്യതുക ഉപാധിരഹിത കടമായി അനുവദിക്കുക, നികുതി വിഹിതം 40:60 എന്ന് പുനർനിർണ്ണയിക്കുക, കടമെടുപ്പ് പരിധി GSDPയുടെ 3.5% ഉയർത്തുക, കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ മുൻ വർഷങ്ങളിലെടുത്ത വായ്പ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും കടപരിധിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. എയിംസ്, കണ്ണൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ അനുവദിക്കുക, റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കുക, ആശ അംഗനവാടി വർക്കർമാരുടെ ഓണറേറിയം ഉയർത്തുക, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതികളുടെ വിഹിതം ഉയർത്തുക എന്നീ ആവശ്യങ്ങളും പ്രധാനമായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി രൂപയുടെ പാക്കേജ്, വയനാട് തുരങ്കപാതയുടെ നിർമ്മാണത്തിന് 5,000 കോടിയുടെ സഹായം, മൂലധന നിക്ഷേപ വായ്പാ പദ്ധതിയിൽ നിന്നുള്ള സഹായം, സിൽവർ ലൈനിന് അനുമതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം 60% നിന്ന് 75% ആക്കുക, ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനാന്തര ചരക്കുകൂലിയും കൈകാര്യ ചെലവും റേഷൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കേരളം മുന്നോട്ട് വച്ചിരുന്നു. ഈ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ കേരളത്തെ ശക്തമായി അവഗണിക്കുന്നതായിരുന്നു ബജറ്റ്. Way2Nikah.com, the exclusive Muslim matrimonial site.